ാറുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെയും അദ്ദേഹം ശ്രമിച്ചു. എന്ത്? മടവൂരികൾ എനിക്കതിലുണ്ടാക്കിയ ഒരു ക്ലിപ്പ്, ജിന്ന് പിശാച് സിഹിർ വിഷയത്തിൽ യുക്തിവാദം കൊണ്ടുവന്ന, ഹദീസ് നിഷേധം കൊണ്ടുവന്ന മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കടവത്തൂരിൽ വെച്ച് ഞാൻ 7 മണിക്കൂർ സംസാരിച്ചിരുന്നു. ആ സംസാരത്തിലെ 7 മണിക്കൂർ പ്രസംഗത്തിൽ മുങ്ങിത്തപ്പിയിട്ട് എനിക്കതിൽ 7 വാക്കുകൾ കിട്ടി. അതിനെ 14 വട്ടാക്കി കമ്പ്യൂട്ടറിൽ ആവർത്തിച്ചിട്ടു. ക്ഷീരബല 101 ആവർത്തി പറഞ്ഞമാതിരി ആവർത്തിച്ചിട്ടു. അതിന്റെ കൂട്ടത്തിൽ താനാടൂരിൽ പ്രസംഗിച്ച വേറെ ആസനത്തിലൂത ഒരു വാക്കും. എന്താ സംഗതി എന്ന് സാധാരണക്കാർക്ക് അറിയില്ലോ. കണ്ടോ, ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുന്നത് കേട്ടോളൂ, ഇയാളെ സംസ്കാരം എന്താന്ന് കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞുകാണ്ട് പൊട്ടന്മാരെ, വിഡ്ഢികളെ, സലാം സുല്ലമിയുടെ മൈക്കകളെ എന്നൊക്കെ ഞാൻ പറഞ്ഞത് അദ്ദേഹം വല്ലാതെ മൂപ്പര വക തഫ്സീർ കൊടുത്ത് പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ പോലും നാണിപ്പിക്കുന്ന ശൈലിയാണ് എന്റേതെന്നാ. ചോദിക്കട്ടെ, പൊട്ടന്മാര് വിഡ്ഢികൾ എന്നൊക്കെ പറഞ്ഞ ഭരണിപ്പാട്ടിനേക്കാൾ മോശമുള്ളതാ അല്ലേ? നമ്മൾ സാധാരണ ദേശം സ്വന്തം മക്കളോടെന്തൊക്കെ പറയാറുണ്ട് അല്ലെ, കൂട്ടുകാരോടെന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പരിഹസിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും സംസാരിച്ചപ്പോ പരുഷമായി അതിന് മറുപടി കൊടുക്കേണ്ടി വന്നു. സ്വാഭാവികമാണത്. അതൊരു മുസ്ലിമായ മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ്. നിങ്ങൾക്കറിയില്ലേ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയും വീട്ടിലുള്ളപ്പോ റസൂലുള്ളാഹിന്റെ അടുത്ത് ജൂതന്മാർ വന്നിട്ട് അസ്സാമു അലൈക്കും, അസ്സലാം എന്ന് പറഞ്ഞാൽ അസ്സാം അലി, അസ്സാം എന്ന് പറഞ്ഞ നാശം എന്നർത്ഥം. നബിക്കത് മനസ്സിലായി. നബി വഅലൈക്കും, നിങ്ങൾ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഉള്ളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വഅലൈക്കും അസ്സാമു വല്ലഅനതു യാ അബ്ന അൽ ഖിറദതി വൽ ഖനാസീർ എന്ന് പറഞ്ഞു. നബി വഅലൈക്കും എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞത്? കൊരങ്ങുകളുടെയും പന്നികളുടെയും മക്കളെ, നിങ്ങൾക്ക് നാശവും ശാപവും ഉണ്ടാകട്ടെ. ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? അവര് പോയ ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, എന്തിനാ ആയിഷ അങ്ങനെ പറഞ്ഞത്? ഞാൻ വഅലൈക്കും മാത്രമല്ലേ പറഞ്ഞുള്ളൂ, നബിയെ നിങ്ങളല്ല പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹിനെ മോശമായി സംസാരിക്കുന്നത് കേട്ടപ്പോ സ്വാഭാവികമായും ഉണ്ടായൊരു പ്രതികരണമാണത്. ആയിഷ റളിയല്ലാഹു മൊത്തത്തിൽ ചീത്ത പറയുന്നതാണ്. അത് മാത്രം എടുത്തിട്ട്, കണ്ടോ ആയിഷ ബീവി, കണ്ടോ കൊരങ്ങന്മാരെ, പന്നികളെ എന്ന് വിളിച്ചിരിക്കുന്നു. ഞാൻ കൊരങ്ങ് പന്നിയൊന്നും വിളിച്ചില്ലല്ലോ. പൊട്ടന്മാരെ, വിഡ്ഢികളെ, സലാം സുല്ലമി പറയുന്നത് അങ്ങനെ തന്നെ ആവർത്തിച്ചു പാടുന്ന മൈക്കകളെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ആയിഷ റളിയല്ലാഹുവിന്റെ സ്വഭാവം അതായതുകൊണ്ടല്ല. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഇസ്ലാമിനെ അവഹേളിക്കുന്ന, ഇസ്ലാമിന്റെ പ്രവാചകനെ അവഹേളിക്കുന്ന ഹദീസുകളെ പുച്ഛിക്കുന്നത് കേൾക്കുമ്പോ സ്വാഭാവികമായും പറഞ്ഞു പോകുന്ന ചില വാക്കാണ് പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെ. ഇതൊക്കെ വലിയ തെറിയായിട്ടാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് പറഞ്ഞത്. പിന്നെ ആസനത്തിലൂതാണ്ട് എന്ത്? ആസനം എന്ന് പറഞ്ഞാൽ അശ്ലീല വാക്കൊന്നല്ല യഥാർത്ഥത്തില്, മനസ്സിലായില്ലേ? പക്ഷേ എന്താ സംഭവം എന്നറിയോ? ശബാബിൽ ഒരു ലേഖനം വന്നു. ജിന്ന് ശൈത്താൻ വിഷയത്തിൽ മടവൂർ വിഭാഗവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശബാബിൽ ഒരു ലേഖനം വന്നു. നമസ്കാരത്തിനിടയിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒന്നുപോയി എന്ന് സംശയം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ശബ്ദം കീഴ്വായി പോയി എന്ന് ഉറപ്പാകാതെ, ശബ്ദം കേൾക്കുകയോ മണം അനുഭവപ്പെടുകയോ ചെയ്യാതെ നിസ്കാരത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകരുത്. പിശാച് നിങ്ങൾ ആസനത്തിൽ ഊതും, കീഴ്വായി പോയി എന്ന് തോന്നലുണ്ടാക്കും എന്ന് പറഞ്ഞ ഹദീസിലുണ്ട്. ആ ഹദീസ് ശബാബിൽ എടുത്തു കൊടുത്തു. അപ്പൊ ഞാൻ താനാടൂരിൽ മടവൂരികൾക്ക് മറുപടി പറയുമ്പോ ആ ആഴ്ച എന്റെ തലേ ആഴ്ചയുള്ള ശബാബിലാണുള്ളത്. അപ്പോ ജിന്ന് ശൈത്താൻ വിഷയത്തിൽ ഇവരിങ്ങനെ സിനിമ ഉണ്ടാക്കി നടക്കുകയാണല്ലോ. അപ്പൊ സിനിമ ഉണ്ടാക്കി പരിഹസിച്ച് നടക്കുമ്പോ ഞാൻ പറഞ്ഞു, ഇതും കൂടി നിങ്ങളൊന്ന് സിനിമയാക്കി കളി. നിങ്ങൾ ശബാബിൽ കഴിഞ്ഞ ആഴ്ച വന്നതാണല്ലോ, പിശാജ് ആസനത്തിൽ ഊതും, ഒന്നുപോയി എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ CP ഉമർ സുല്ലമി നിൽക്കുക, മടവൂര് ഊതുക, അല്ലെങ്കിൽ കരിമ്പലാക്കൽ നിൽക്കുക, സലാം സുല്ലമി ഊതുക, അതും കൂടി ഫോട്ടോ ആക്കിയിട്ട് സിനിമയാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുനടന്നോളി എന്ന് ഹദീസിനെ പരിഹസിക്കുന്നവർക്ക് ഞാൻ മറുപടി കൊടുത്തതാ. അതിൽ അസത്ത് അത് മാത്രം എടുത്തിട്ട് അതാ നോക്കിയാൽ നിങ്ങൾ സക്കരിയ സലൈന്റെ ഊത്ത് കേൾക്കണഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ ഇവിടെ വന്നിട്ട് ഈ സഖാഫി. കാരണം എന്താ? മടവൂരി കുബൂരി ബാന്ധവമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. മടവൂരികളും കുബൂരികളും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. കേരള ദഅവത്തുൽ മുജാഹിദീനെയും തൗഹീദി പ്രസ്ഥാനത്തെയും ഒറ്റുകൊടുക്കാൻ വേണ്ടി മടവൂരികൾ പുതിയ സംബന്ധക്കാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അവർ കൊടുക്കുന്ന ക്ലിപ്പുകളാണ് ഇവരിടുന്നത്, ഇവർ കൊടുക്കുന്ന ക്ലിപ്പുകളാണ് അവരിടുന്നത്. അങ്ങനെ പരസ്പരം മടവൂരി കുബൂരി ബായി അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുറിച്ച് ക്ലിപ്പാക്കാൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ ക്ലിപ്പാക്കാൻ പറ്റും? ഇപ്പൊ ലിംഗം സ്പർശിച്ചാൽ ഒന്ന് മുറിയും എന്ന് ഒരാൾ പ്രസംഗിച്ചാൽ, ലിംഗം സ്പർശിച്ചാൽ മാത്രം കട്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ എന്താ പറയുന്നത്? ലിംഗം സ്പർശിച്ചാൽ ഒരു പ്രസംഗിയും പറയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ജനാബത്ത് കുളിയെ പറ്റിയും അതുപോലെ തന്നെ മറ്റു പല ഫിഖ്ഹി മസ്അലകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് സന്ദർഭത്തിൽ നടത്തിയെടുത്ത ഇതിലും വലുത് കിട്ടൂലേ?
അങ്ങനെ ഇടയ്ക്ക് ഭാഗം മാത്രം മുറിച്ചെടുത്തൊരു വാക്ക് മാത്രം കട്ട് ചെയ്ത് ആവർത്തിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊക്കെ എന്തുകൊണ്ടാരോ വിഷയ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പറയാൻ വിഷയങ്ങളില്ല, പറഞ്ഞ ആളെ ഇരപ്പാക്ക് മാത്രം. ഞാൻ പറഞ്ഞ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇവിടെ, അതിനൊക്കെ മറുപടി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിഷയങ്ങൾ മനസ്സിലാവുമല്ലോ. സക്കരിയ സലാഹി പറഞ്ഞത് ഇന്നത് ശരിയല്ല, അയാളിട്ട ഇന്ന ക്ലിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വിഷയം പഠിപ്പിക്കാലോ. നിങ്ങൾക്ക് ജനങ്ങളെ ഞങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തി നിങ്ങളെ കൂടെ നിർത്താലോ. മാന്യമായ നടപടി യഥാർത്ഥത്തിൽ അതാണ്. അതിനു പകരം എന്നെ അവഹേളിക്കാനും എന്നെ എരപ്പാക്കാനും ശ്രമിച്ചത് കൊണ്ടൊന്നും ഈ പറഞ്ഞ വിഷയങ്ങൾ ഇല്ലാതാവുകയില്ല എന്ന് അലവി സഖാഫിയും അദ്ദേഹത്തെ കൊണ്ടുവന്ന APEK സംയുക്ത കമ്മിറ്റിയും മനസ്സിലാക്കണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, പ്രസംഗത്തിലെ വാക്കുകൾ മാത്രം എടുത്തിട്ട് തെറി എന്ന് പറഞ്ഞിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇടാനുണ്ട്. ഞാനൊരു 5-6 ക്ലിപ്പുകൾ 6 മിനിറ്റ് 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ഉള്ള ക്ലിപ്പുകളുണ്ട്. അതൊക്കെ പാടിട്ട് അവിടെ സമയമില്ലാത്തതുകൊണ്ട് പേരോട് മുസ്ലിയാർ, ഇപ്പോൾ അവരുടെ സൂപ്പർ സ്റ്റാറായി നടക്കുന്ന നാദാപുരത്തെ ഖണ്ഡന വീരൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ അല്പം ചില പ്രയോഗങ്ങൾ മാത്രം ഇവ ആരാണ് തെറി പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നടന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോ എത്ര മറക്കണം, കോണം കെട്ടിയാ മതി. പെണ്ണും മുട്ടുമക്കളുടെ ഇടയിൽ മറച്ചാൽ നല്ലതാ. തൊട്ടാ മുറിഞ്ഞൂല, ഇങ്ങനെ മറക്കാണ്ട് പോകുമ്പോ തൊട്ടൂല, കലർന്നല്ലേ. എനിക്കിങ്ങനെ തൊടുമ്പം പുരുഷന്മാർക്ക് വികാരം ഉണ്ടാവൂലേ? അങ്ങ് കുറച്ചൊന്നും വീതം പോയാൽ കുളിക്കേണ്ടതുമില്ല. വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ ആ പുരുഷനുണ്ട്, എന്നോട് വിട്ടുവരാ. അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. അപ്പൊ അല്പം ബീജം പുറത്തു വന്നാൽ എന്താകണ്ട, കുളിക്കേണ്ടതില്ല. അത് പിന്നെ ഒരു 5-10 ലിറ്റർ ഉണ്ടെങ്കിൽ അതിന് കാര്യം വിഷമാണ്. അപ്പൊ അത്ര ഒരു 10 ലിറ്റർ ഒന്നും ഇല്ലെങ്കിൽ എന്ത് വേണ്ട, അല്പം ബീജം പുറത്തു വന്നാല് കുളിക്കേണ്ടതില്ല. ബലാത്സംഗ ശ്രമം മഞ്ചേരി ഈ ഒതായിലാണ് ആദ്യമായി പള്ളിയിൽ വെച്ച് ബലാത്സംഗം നടന്നത്. ആദ്യമായി ആമിനക്കുട്ടിയും ഫാത്തിമക്കുട്ടിയല്ലേ പോയത്. അപ്പള്ളിയിലാണ് ആദ്യമായി പള്ളിയിൽ ബലാത്സംഗം നടന്നത്. അത് ഖുർആനിലുള്ളതാണ്. ഇങ്ങനത്തെ ചില വാചകം ഖുർആനും ഹദീസിലുള്ളത് ചിലത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോ ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോ നാറിയ പത്രം, നിങ്ങളെ നാറുന്ന ഇസ്ലാഹി പത്രം, ബാപ്പനെ നിങ്ങൾ ഇവിടുന്ന്, ഞാൻ എന്റെ ബാപ്പനെ ബാപ്പയും പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ബാപ്പാനും പറ്റില്ല. ഏതാണ് ബാപ്പനെ? ബാപ്പാനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഇടയ്ക്ക് മൂപ്പരോട് ചിലതെല്ലാം പറഞ്ഞുണ്ട്. അങ്ങനെ നീ പെട്ടെന്നാവൂലല്ലോ, കുറച്ചിന് പിടിച്ചോണ്ടിരിക്കുമ്പോ സുഖം. ഇവരെ ഒന്ന് മുറിയാണെങ്കിൽ എന്ത് വേണോ, ഒന്നുകിൽ ഒരു പീരങ്കി പൊട്ടണം. പൊളിച്ച തെറി തന്റെ ഇങ്ങോന്നല്ലേ പറഞ്ഞത്. അപ്പൊ വേറെ ആളെ കൊട്ടാലോ മുറിയൂല. കാരണം ഇത് രജിസ്റ്റർ ഓഫീസ് പോയി നോക്കിയിട്ട് ആരതാ കൈവശം നോക്കിയിട്ടാണ് പരിപാടി. ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ആണും പെണ്ണും ഒറ്റപ്പാത്രം കൈയിട്ട് ഒതുവെടുത്തിട്ടുണ്ട്. നല്ല രസം ഉണ്ടാവും കലക്കി മുക്കാനേ. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ ഒന്ന് TK ആമിന. 2 ആളാ. എങ്ങനെ ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും വരരുത് ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ ഖദീജക്കുട്ടിയോട് കുശലാന്വേഷണം. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. ആ മുത്തുമാണികൾ എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. എന്നാലും ഇടയ്ക്ക് മൂപ്പരോട് ചിലതെല്ലാം പറഞ്ഞുണ്ട്. അത് പിന്നെ അങ്ങനെ നീ പെട്ടെന്നാവൂലല്ലോ, കുറച്ചിന് പിടിച്ചോണ്ടിരിക്കുമ്പോ സുഖം. കയ്യും കെട്ടിയിട്ട് മുജാഹിദിന്റെ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്ന അരമുസ്ലിയാമാരോട് ഞാൻ ചോദിക്കട്ടെ, പൊളിച്ച തെറി ഇതുപോലത്തെ കാക്കാമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. അതുകൊണ്ടാണ് വെറുപ്പ് പിടിച്ചവന് ഒതുവെടുക്കൽ സുന്നത്താ. കാരണം വെറുപ്പ് അൽ ശൈത്താൻ, ചൂടാകുക എന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാ. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്. ഉടനെ പോയി ഒതുവെടുക്കാൻ പറയണം പ്രസംഗിക്കുന്ന മൊയ്യാരോട്. കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്. ഒതുവെടുക്കണം, മിണ്ടാതിരുന്നോ. ഒതുവെടുക്കണം, മിണ്ടാതിരുന്നോ. സാധാരണക്കാരെ വെച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കേടില്ല. അതെന്റെ സങ്കടം. മുജാഹിദ പറഞ്ഞെങ്കിൽ തർക്കേടില്ല.
വിവരമില്ലാതെ മതം നിൽക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലിമാരാണ്. പൊളിച്ച തെറി. ഇനി ഏതെങ്കിലും അരമൗലിയാർ അതിന്റെ അർത്ഥം അങ്ങനല്ല ഒന്നും പറയണ്ട, തഫ്സീറൊന്നും കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് തലശ്ശേരി എന്നൊരു അരമൗലിയാർ കണ്ടു ഞാൻ. മൂപ്പര് മക്ബറയിൽ വരുന്ന നേർച്ച പൈസ എല്ലാം ഗീസയിൽ എടുത്തിട്ട് എനിക്ക് ഇയാൾ പറയാം അസം മൊയിലാർ ശരിയില്ല. ഈ കേസ് മൊയിലാർ കൊണ്ടാ പറയുന്നത്. ഞാൻ അവിടെ ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ജോസ്ഗിരി ഹോസ്പിറ്റലിൽ. ഞാൻ എന്താ അയാൾ കോമോലിലായി കാണിക്കുന്ന ആയത്ത് കുനൂത്ത് തോന്നുന്നതിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കിതാബ് ഓതിയോ? അതാ ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേ? ജലാലിനി ഞാൻ ഓതിയിട്ടില്ലേ? അപ്പൊ ഇതേ കിതാബ് തഫ്സീറുള്ളൂ. അപ്പൊ അസമൊയിലാരെ കണ്ടതുപോലെ കാണാത്ത മൗലവി അസമൊയിലാരെ വിമർശിക്കുക. അരമൊയിലാരാ മക്ബറയുടെ പൈസ എടുത്തിട്ടാ പറയുന്നത്. അങ്ങനെയുണ്ട് ചിലര്. എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. ചിലര് എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ബീജം പുറപ്പെട്ടിട്ട് പോയി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? ആ പോത്തിനോട് ചോദിക്ക്, അന്റെ അള്ള ഭൂമിയിൽ ഇറങ്ങി കുടുങ്ങിയിട്ടുണ്ട്, വേപ്പട്ട് കയറ്റാൻ വല്ല മാർഗം നോക്കിക്കോ. മഹാൻ ഈ എഴുതിയത് ശരിയാണോ? കേട്ടില്ലേ? അന്ന മാത്രമല്ല, എന്റെ വർഗത്തിൽ ഒരു അമുക്കിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏതൊരു പോത്തിനോട് ചോദിക്കും, പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? മഹാബികളെ, നിങ്ങൾ വിഡ്ഢികളാണ്, നിങ്ങളാണ് ലജ്ജാലുകൾ. രാവിലെ ഒരു പോത്തിനോട് ചോദിച്ചിട്ട് പുറപ്പെട്ട ബീജം 26 ഔൺസ് വേണോ? എന്നിട്ട് പോത്തെന്താ വേണ്ടതെന്ന് പറയും. ഹംസക്വാരാക്രമിയുടെ പ്രസംഗം നിങ്ങൾ എണ്ണിക്കണം. നിങ്ങൾ വിവരമില്ലാത്ത ജാഹിലീങ്ങളാ, പടു ജാഹിലീങ്ങൾ. ഏതെങ്കിലും ഒരു കോടി തന്നെ പണ്ടാക്കി ജാഹിലാണെങ്കിൽ ഈ ബഹൻ 49 റഹ്മാനായ റബ്ബേ, ഈ ബഹൻ എന്താ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല. ഞാൻ ചോദിക്കുന്നതാണ്, ജാഹിലീങ്ങൾ ഇതാപോലി ജാഹിലീങ്ങളെ പിന്നെ ഈ പറയാമെന്നാലുള്ള തകരാറിതാണ്. അതെന്താ ജാഹില്, പടു ജാഹിലെ ആരും ഒരാളിക്കണ്ട ഈ പറയാൻ പറഞ്ഞത്. ജാഹിലീങ്ങളെ, പടു ജാഹിലീങ്ങളെ, ബൊമ്മകളെ, നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? പകരം മനസ്സിന് കാമുകി പോകാനായിട്ടാണ്. പള്ളിയിലില്ലേ, പള്ളിയിൽ പോയാണ്ട് പെണ്ണുങ്ങളെ കമന്റ് അടിക്കാനല്ലേ പണി? അതല്ലേ ഞങ്ങളെ പരിപാടി. ആദ്യമൊക്കെ 3 നിൽക്കാനാണ്. ഒന്നിങ്ങനെ രണ്ടെണ്ണം പെണ്ണുങ്ങൾ വച്ചിട്ട് കൂടി 3 നേർമാണെന്ന് പറഞ്ഞ് പകരെ ജാഹിലെ. അങ്ങനെ എല്ലാ അർത്ഥം വെക്കേണ്ടത്. അപ്പൊ ഈ നിലക്ക് തോന്നിവാസം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത്. തോന്നിവാസം പറയുന്നതിന് നിങ്ങൾക്ക് മാറ്റിവെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പച്ച തോന്നിവാസം പറയാ, നിങ്ങളുടെ സ്വഭാവമാണത്. നായിക്കാട്ടും രണ്ടുപേരും നായിക്കാട്ടും, 2 നായിക്കാട്ടും ആകാത്തായിക്കാട്ടും അതില് ഇല്ല. ഒരു നായിക്കാട്ടത്തിൽ ഒരു 2 വരി. ഇതേ ഞങ്ങൾ പരിഗണിക്കുന്നു. നായിക്കാട്ടത്തിന് കൈകാലം വന്ന തലക്കൂടെ അല്പം സുഖം ഉണ്ടെങ്കിൽ പറയും. ഇബിലീസ് പെണ്ണാണെന്നുണ്ടെങ്കിൽ പറ്റിയ പുതിയാപ്പളയാണ്. അതിന്റെ മോന്തൊക്കെ കരിവാലടിച്ചിട്ട് ഇവിടെ മരത്തമ്മ കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾ അറിഞ്ഞുള്ളൂ. അതിന്റെ മോന്തൊക്കെ കരിവാല് തേച്ചിട്ട് ഞങ്ങൾ ഇവിടെ തൂക്കും. ഞങ്ങളെ കുറിച്ച് കിട്ടിയ പൊട്ടന്മാരെ, വിഡ്ഢികളെ എന്നൊക്കെയല്ലേ. ഇതൊക്കെ എന്താ പറഞ്ഞത്? ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ വസ്ഫാണത്രേ. ഖുർആനിൽ പറഞ്ഞ വസ്ഫല്ലാതെ മൂപ്പരൊന്നും പറയാനില്ല എന്നാ പറഞ്ഞത്. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, തെറി പറയുന്നവരാണ് ഞങ്ങൾ, മുജാഹിദ് പ്രാസംഗികർ തെറി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രസംഗത്തിൽ ഇതൊന്നും അല്ലഞ്ഞി ഹംസക്കോയ ബാക്കവി എന്നിട്ടൊരു സാധനമുണ്ട്. 1 മണിക്കൂർ പ്രസംഗിച്ചാൽ അരമണിക്കൂറും തെറി മാത്രമായിരിക്കും. എന്തൊക്കെ പറയാം, ലോഹമാ പോത്തുകളെ, ചെറ്റകളെ എന്ന് തുടങ്ങി മുജാഹിദ് പ്രസ്ഥാനത്തെ പറയാത്തതൊന്നുമില്ല. അത്ര വലിയ ആ കാര്യത്തിൽ അവരോട് തോറ്റു കൊടുക്കല്ല നമുക്ക് നിവൃത്തിണ്ടാവൂല. അങ്ങനത്തെ പറഞ്ഞു. ഇതൊന്നും ഞങ്ങൾ യഥാർത്ഥത്തിൽ വിഷയാക്കാറില്ല. ഞാനിവിടെ കഴിഞ്ഞവിടെ പ്രസംഗിച്ചു, ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടില്ലല്ലോ. എന്താ കാരണം? ഞങ്ങളെ ക്ലിപ്പില്ലായിട്ടാ. ക്ലിപ്പ് എമ്പാടും ഞങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വിഷയം തന്നെ ജനങ്ങളോട് പറയാനുണ്ട്. പക്ഷെ അലവി തക്കാബ് ഇവിടെ വന്നിട്ട് വളരെ മോശമായിട്ട് എന്നെയും മുജാഹിദ് പ്രസ്ഥാനത്തെയും അവഹേളിക്കാൻ ശ്രമിച്ചത് കൊണ്ട് ഒരൽപ്പം അതിനൊരു പരിഹാരം എന്ന നിലക്ക് സാധാരണക്കാരെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു.